ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്ന് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനും പിള്ളേരും റെഡി ആയിട്ട് ഞങ്ങൾ കാർ എടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. ഞാനും അമ്മയും അച്ഛനും അബിയും പിള്ളേരുമാണ് കേട്ടോ ഇന്ന് അമ്പലത്തിലേക്ക് പോകുന്നത്. അനിയനും കുഞ്ഞും വീട്ടിലില്ലായിരുന്നു, അവർ അവരുടെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമായിരുന്നു ഇന്ന് അമ്പലത്തിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഇതേ അമ്പലത്തിലേക്ക് പോവുകയാണ്. എൻ്റെ കൂടെ കാറിനകത്ത് ദേവനും അങ്കിത്തും ഉണ്ട്. അബിയും അമ്മയും അച്ഛനും അതിനുശേഷം കയറി. അങ്ങനെ ഞങ്ങൾ ആയത്തിൽ ബൈപ്പാസ് വഴിയാണ് കേട്ടോ. പണി നടക്കുന്നതുകൊണ്ട് തന്നെ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഒരുപാട് പൊടിയും വണ്ടികളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ആദ്യം കാണുമ്പോൾ ഒരുപാട് തിരക്കൊന്നും ഇല്ലെങ്കിലും പിന്നെ അങ്ങോട്ട് പോകെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ റോഡിൽ. അങ്ങനെ നമ്മളിത് ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. എവിടെ കാറ് പാർക്ക് ചെയ്യുമെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ലാസ്റ്റ് ഒരു സ്ഥലം കിട്ടി. അങ്ങനെ അവിടത്തേക്ക് ഇതേ കാറ് പാർക്ക് ചെയ്യുകയാണ്. കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇതേ ഇറങ്ങി അമ്പലത്തിലേക്ക് നടക്കുവാണ്. രാവിലെ 6 മണിക്കൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് കേട്ടോ തലേ ദിവസം രാത്രി കിടന്നത്. പക്ഷെ ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ലേറ്റായി. ഒരു 10 മണിയൊക്കെ ആയിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. അപ്പോൾ ആ ഒരു സമയമായിട്ടാണ് അമ്പലത്തിലെത്തിയപ്പോഴും. അതുകൊണ്ട് തന്നെ നല്ല വെയിലും ചൂടും ഉണ്ടായിരുന്നു. മണ്ണിലൂടെ നടക്കുമ്പോഴൊക്കെ നമ്മുടെ കാലിങ്ങനെ പൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്പലത്തിലെത്തിയപ്പോൾ അതെല്ലാം മറന്നു കേട്ടോ. അങ്ങനെ ഞാനും അങ്കിത്തും കൂടി ഇതേ വലം വെക്കുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു കാലിൻ്റെ ഒരു രൂപമാണ്. അത് എൻ്റെ കാലിനൊരു പൊട്ടലുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ നേർന്നായിരുന്നു കേട്ടോ അമ്പലത്തിൽ വന്ന് ഒരു കാലിൻ്റെ രൂപം വാങ്ങിച്ച് തന്നേക്കാവുന്നു. ഇതെല്ലാം ഓരോരുത്തരുടെ മനസ്സിൻ്റെ വിശ്വാസമല്ലേ. തിരക്കുണ്ടായിരുന്നെങ്കിലും നല്ല രീതിയിൽ തന്നെ തൊഴാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഒന്നുമില്ലാത്ത ഒരു അമ്പലമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ അവിടെ വരുന്നവർക്ക് പ്രത്യേക ചില വിശ്വാസങ്ങളും ഉണ്ട്. അവിടുത്തെ പ്രസാദം പോലും ചന്ദനമല്ല. അങ്ങനത്തെ ചില വിശേഷങ്ങളുള്ളതാണ് ഈ അമ്പലത്തിന്. അങ്ങനെ ഞങ്ങൾ തിരിച്ചുള്ള മടക്കയാത്രയിൽ അമ്പലത്തിനകത്ത് തന്നെയുള്ള ഒരു പൊരിയുടെ സ്റ്റോർ കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പൊരിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കാരണം അമ്മാമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊരിയൊക്കെ. അപ്പോൾ ഞങ്ങൾ ഓച്ചിറ പോകുന്നു പറഞ്ഞപ്പോൾ തന്നെ അമ്മാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ വരുമ്പോൾ പൊരി വാങ്ങിച്ചിട്ട് വരണേന്ന്. അങ്ങനെ ഞങ്ങൾ പൊരി വാങ്ങിച്ചു. ആ സമയത്ത് തന്നെ അങ്കിത്തും ദേവനും കൂടി ഓടി വന്ന അമ്മയും ഞങ്ങൾക്ക് ജീരകമുട്ടായി വേണമെന്ന് പറഞ്ഞ് കിടന്ന് ബഹളം വെച്ചു. കാരണം ഇവരിതൊക്കെ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ. ഇതൊക്കെ അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കട കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ കൊതിയാവും. പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പലഹാരങ്ങളും പൊരിയും അങ്ങനെയൊക്കെ ചില്ലറ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ മടങ്ങുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.